ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുറേ സങ്കടങ്ങളും കുറേ സന്തോഷങ്ങളും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള കുറേ സംഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് നമ്മുടെ 2024 ഇതാ അവസാനിക്കുകയായി. ഇനി ഒരു പുതിയ തുടക്കം 2025 നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് നടത്താതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സക്സസ് ആയവരുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും 2024 നടന്നിട്ടുണ്ട്. ഇനി 2025 നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പ്ലാൻ ചെയ്യാം? അപ്പോൾ നമ്മുടെ 2025 കുറിച്ചുള്ളൊരു പ്ലാനറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്ടാ. ഓരോ പുതിയ വർഷവും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ കൂട്ടുകാർ ഇർഫാൻ എന്നോട് പറഞ്ഞതായിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഏതായാലും നമ്മളെ പ്ലാനർ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. ഓരോ വർഷത്തിനും എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് ഇതാ 2025 എന്ന് സ്റ്റാർട്ടിങ് എഴുതിയിട്ട് ഞാനൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ടൊരു ബുക്ക് വെച്ച് അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം മാനിഫെസ്റ്റേഷൻ ഗോൾസ് ആണ് കേട്ടോ. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ഇനി കൊണ്ടുവരണം, എന്തെല്ലാം മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ വേണ്ടതെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതൊക്കെ നമുക്ക് എഴുതി വെക്കട്ടോ. ഞാൻ എഴുതി വെക്കണ രീതി എന്നുള്ളത് നമ്മൾ ജനുവരി, ഫെബ്രുവരി അങ്ങനെ ഓരോരോ മാസങ്ങൾ ഞാൻ എഴുതി വെക്കും. ഈ ജനുവരിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ ജനുവരിയിൽ എനിക്ക് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ അതിൽ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ജനുവരിയിൽ നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഒരു വർഷത്തിൻ്റെ തുടക്കമാണല്ലേ. അപ്പോൾ ആ വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റണം. അപ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കലുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് ബഡ്ജറ്റാണ് കേട്ടോ. നമ്മൾ ജനുവരി മാസത്തിലാണ് നമ്മൾ ആ ബഡ്ജറ്റ്, നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കൂടുതലായിട്ട് പറയണത്. എൻ്റെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടമ്മമാർക്കായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് ഈ ഒരു മാസം എത്ര രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മനസ്സിലാവാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വരവ് ചിലവുകളെ കുറിച്ചിട്ടും നമുക്ക് അതിൽ എഴുതി വെക്കാം ബഡ്ജറ്റിൽ. അങ്ങനെ ആയിട്ട് നമ്മൾ അത് ലാസ്റ്റ് നമുക്ക് ആ മന്ത് ലാസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ എത്ര രൂപ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ പിറ്റത്തെ മാസം നമുക്ക് ഫെബ്രുവരി എടുക്കുമ്പോഴും അതുപോലെ ബഡ്ജറ്റ് നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ജനുവരിയിൽ നമുക്ക് അനാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ ചിലവാക്കിയത് എന്നുള്ളത് നമുക്ക് ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂട്ടാ. അപ്പോൾ അത് നമുക്ക് ഫെബ്രുവരിയിൽ അതിൽ എന്തൊക്കെ കുറക്കാം, ആ ബഡ്ജറ്റ് നമുക്ക് നീക്കിയിരിപ്പായിട്ട് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ മാസവും നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റൂട്ടോ. നമുക്ക് അതിൽ നിന്നും എത്ര രൂപ ലാഭിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ചിലവ് എനിക്കെങ്ങനെ കുറക്കാൻ വേണ്ടി പറ്റും, അനാവശ്യമായിട്ടുള്ള ചിലവുകളെ കുറിച്ചിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ ഓരോ മന്തും നമുക്ക് എഴുതി വെക്കാം. പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞല്ലോ. നമുക്കുള്ള ആഗ്രഹങ്ങൾ, നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ പോയിൻറ്റുകൾ എഴുതി വെക്കട്ടോ. നമ്മളെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. അങ്ങനെ നോക്കിയിട്ട് അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് എൻ്റെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ, അതിന് ഞാൻ എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കട്ടോ. നമ്മളെ കൊണ്ട് ഈ വർഷത്തിൽ എന്നെക്കൊണ്ട് പറ്റും, ഞാനിത് നേടിയെടുക്കും എന്ന് കരുതുന്ന അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ചിലപ്പോൾ അത് നടന്നെന്ന് വരും, അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്ന് വരും. ഒരുപാട് നമ്മൾ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചാൽ അതിൽ എന്തെങ്കിലും ഒന്ന് നടത്താൻ നമുക്ക് സാധിക്കും ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ 2026 എത്തുമ്പോൾ 2025 ഞാൻ എന്തൊക്കെ നേടി, ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് എന്തൊക്കെ നേടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ കുറേ ഗോൾസുകൾ നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ നേടിയെടുത്തതിനെ ടിക്ക് ചെയ്യുക, ആവശ്യമില്ലാത്തതിനെ നമ്മൾ കട്ട് ചെയ്യട്ടോ. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് സെൽഫ് റെസ്പെക്റ്റ് ആട്ടാ. അതും നമ്മൾ പോയിൻ്റായിട്ട് തന്നെ എഴുതി വെക്കുക. അപ്പോൾ എൻ്റെ സ്വഭാവത്തിലുള്ള നല്ല ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മോശം സ്വഭാവങ്ങളും എഴുതി വെക്കട്ടാ. അപ്പോൾ ഈ മോശം സ്വഭാവങ്ങളാണോ നല്ല സ്വഭാവങ്ങളാണോ കൂടുതൽ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ മോശം സ്വഭാവത്തെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ നമ്മൾ നോക്കുക, അവരുടെ വ്യക്തിത്വം നമ്മൾ നോക്കുക, അത് നമ്മുടെ ജീവിതത്തിലും പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് ഉള്ള കഴിവുകളെ നമ്മൾ സ്വയം അഭിമാനിക്കട്ടെ. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് അതാണ്. നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനം തോന്നണം, അല്ലേ, ഒരു ആദരവ് തോന്നണം. കാരണം എൻ്റെ സ്വഭാവത്തിലെ നല്ല ക്വാളിറ്റിയാണ് ഇത്, എൻ്റെ നല്ല സ്വഭാവമാണിത്, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനായിട്ട് ഒരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല, എൻ്റെ ഈ നല്ല ക്വാളിറ്റീസ് കൊണ്ട് എനിക്ക് ഇത്തരം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയട്ടെ. അപ്പോൾ നമ്മളെ സ്വഭാവത്തെ ഒരിക്കലും താഴ്ത്തിക്കെട്ടരുത്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എൻ്റെ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഇട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കുണ്ടായ ആ നേട്ടങ്ങൾ എനിക്ക് എൻ്റെ വാശി കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ കൊണ്ടോ ഞാൻ കറക്റ്റ് സമയത്ത് എടുത്ത തീരുമാനങ്ങൾ കൊണ്ടോ എനിക്കുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആ സമയത്ത് ഞാൻ എടുത്ത ഉചിതമായ തീരുമാനം കൊണ്ട് എനിക്കുണ്ടായതാണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ അത് എൻ്റെ മക്കൾ കൂടി അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പ്രൗഡാണ്, എനിക്ക് ഒരു സ്വയ അഭിമാനം തന്നെ ഉണ്ട് കേട്ടോ. ഞാനെടുത്ത തീരുമാനം കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ഇന്ന് നേടിയിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ഹാർഡ് വർക്കാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക്, എനിക്ക് മറ്റുള്ളവരുടെ ഒരു അഭിപ്രായങ്ങളോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ സമയത്ത് ഇത് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ എനിക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണത്. അപ്പോൾ അത് നമ്മുടെ മക്കളിൽ നിന്നും കൂടി കേൾക്കുമ്പോൾ അത് നമുക്ക് സ്വയം അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അതിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മൾ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റക്കിനെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ തന്നെ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടിനെ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം, നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് സ്വയം ചെയ്ത് നോക്കുക. ഇനി 2025 നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളെ ലൈഫിൽ കൊണ്ടുവരാം, കുറിച്ചിട്ടൊന്നും ഞാൻ ബോധേഡല്ല. മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രവർത്തിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോട്ട് ചെയ്തേക്കാനുള്ളത് സെൽഫ് മോട്ടിവേഷനാണ് കേട്ടോ. സെൽഫ് മോട്ടിവേഷൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ എന്ത് പറഞ്ഞു തന്നിട്ടും നമുക്കൊരു സ്വയം ഒരു മോട്ടിവേഷൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഞാനിങ്ങനെ ആയാൽ പോരാ, എനിക്ക് കുറച്ച് സമയങ്ങൾ ആവശ്യമുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് സമയങ്ങൾ ആവശ്യമുണ്ട്, അപ്പോൾ എനിക്കൊരുപാട് പണികളാണ്, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്, എനിക്കിതൊന്നും ഒരിക്കലും തലയൂരാൻ വേണ്ടി പറ്റില്ല, ഞാൻ ഇങ്ങനെ ജീവിച്ചിങ്ങനെ മരിക്കാനുള്ളതാണ്, അങ്ങനെ നെഗറ്റീവ് ചിന്തകളായിരിക്കില്ല നമ്മളെ മനസ്സ് നിറയെ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് തോന്നുന്ന ആളുകൾ, അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യട്ടെ. ഇത് എൻ്റെ ലൈഫാണ്, ഇത് എനിക്കും കൂടി കുറച്ച് സമയം ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം, അല്ലേ, നമ്മളെ പണികൾ കുറേ നേരം വെച്ച് നമ്മൾ ചെയ്യണ്ട കേട്ടോ. നമ്മൾ നേരത്തെ എണീറ്റിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞിട്ട് പോലെ നമുക്ക് സ്വയം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് നേരം കണ്ടെത്തുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ ഏർപ്പെടുക. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യങ്ങൾ നമുക്കുണ്ടാവും, വീട്ടിലെ ജോലികൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അതൊന്നും നമുക്ക് ഒഴിവാവാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് നമുക്കുള്ളൊരു സമയം കൂടി കണ്ടെത്തുക എന്നുള്ളതാണ്.
2024 നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കുക. ഈ 2025 ഞാനത് ചെയ്തിരിക്കും, എനിക്കുള്ള സമയം ഞാൻ കണ്ടെത്തിയിരിക്കും, രാവിലെ ഞാൻ ഈ നേരത്തെ എണീറ്റിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോട്ടിവേഷൻ ടോക്കുകൾ നമുക്ക് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ മോട്ടിവേഷൻ ടോക്കുകൾ നമുക്ക് കേൾക്കാം. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അത് സഹായിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ലൈഫിൽ ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാനും ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ നോക്കി സമയം കളയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് നമുക്ക് സമയം കൂടുതൽ നമുക്ക് വേണ്ടി കണ്ടെത്തുക. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ നോട്ടിൽ തന്നെ നമ്മൾ എഴുതി വെക്കണം കേട്ടോ, സെൽഫ് കെയർ എന്നുള്ളത്. അപ്പോൾ സെൽഫ് കെയർ എന്ന് ഞാൻ എഴുതി വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി പറ്റുക, നമ്മുടെ ശരീരം നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കാൻ വേണ്ടി പറ്റുക. കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയ വർഷങ്ങൾ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, അത് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. ഒരുപാട് വർഷങ്ങൾ നമുക്ക് ബാക്കിലോട്ട് പോയി, പക്ഷേ അതിൽ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ശരീരത്തിന് വേണ്ടി, എൻ്റെ മനസ്സിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലേ, വട്ടപ്പൂജയായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അത് ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ വട്ടപ്പൂജയാണെന്ന് തോന്നിയവർ ഈ 2025 തുടങ്ങിക്കോട്ടെ. നമ്മുടെ മനസ്സിനും മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമ്മൾ സ്ട്രോങ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് വെക്കട്ടെ. ഞാൻ ഡയറ്റ്, നമ്മുടെ ഒരു ശരീരഭാരം കുറക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഈ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യും, ഞാൻ എൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ എക്സസൈസ് ശ്രദ്ധിക്കും, ഞാൻ യോഗ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നടക്കും, എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഞാൻ സ്ട്രോങ് ആക്കും, എനിക്ക് അനാവശ്യമായ ചിന്തകളെ ഞാൻ ഒഴിവാക്കും, എനിക്ക് പോസിറ്റീവായിട്ട് എനിക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും, എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഞാൻ സ്ട്രോങ് ആക്കിയെടുക്കും എന്നൊക്കെ നമുക്ക് ഈ 2025 ഒരു ഉറച്ച ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. ഇനി അടുത്ത പോയിൻ്റ് നമുക്ക് എഴുതിയേക്കാം, കീപ്പ് എ ഡിസിപ്ലിൻ എന്നുള്ള കേട്ടോ. ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകുക. അത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറയലുണ്ട്. ഇനി അത് ഇല്ലാത്തവർ ഈ 2025 അതും തുടങ്ങിക്കോ. നമുക്ക് ഇതുവരെ നമ്മളെ ഒരു ജീവിതത്തിന് ഒരു ചിട്ടയില്ലല്ലേ, ചിട്ടയില്ലാതെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. നമുക്ക് ഒരു കാര്യത്തിനൊരു ഡിസിപ്ലിൻ ഇല്ല, നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിക്കണം. രാവിലെ തോന്നിയ സമയത്താണ് നമ്മൾ കുളിക്കണത്, ഒരു അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഭക്ഷണം കഴിക്കണതിന്, അതൊന്നും വേണ്ട. ഇനി അതൊക്കെ മാറ്റിയിട്ട് ഒരു ഡിസിപ്ലിനോട് കൂടി നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അപ്പോൾ അതിന് ഇനി എത്ര പേര് നമ്മളെ വീട്ടിലുണ്ടായിക്കോട്ടെ, എന്തുകൊണ്ട് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട സമയത്ത് ഭക്ഷണം കഴിച്ചുകൂടാ, നമുക്കൊരു ഒരേ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലട്ടാ. നമ്മൾ അതിന് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് പറ്റൂട്ടാ. അപ്പോൾ അത് നമുക്ക് വേണ്ടിയെന്ന് കരുതിയിട്ട് ആരോടൊക്കെയുള്ള വാശി കൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ നശിപ്പിക്കരുത്. നമ്മൾക്ക് ഒരു ചിട്ടയോടുകൂടി നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മക്കളും അതുപോലെ കൊണ്ടുപോകട്ടെ. ആ ഡിസിപ്ലിൻ നമ്മളെ മക്കളെ ലൈഫിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ചെറുപ്പം മുതലേ അത് നമ്മളെ കണ്ടിട്ട് നമ്മളെ മക്കൾ വളരണം. അപ്പോൾ അവരുടെ അടുത്തും ആ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് എഴുതി വെക്കാം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹസ്ബൻഡും നമ്മളും തമ്മിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങി വെക്കാട്ടോ. ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മളെ കൊണ്ട് എന്താണ് പറ്റുന്നത് അത് അവരറിയാതെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമുക്ക് പരസ്പരം കൈമാറുക. അതിൽ നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തട്ടോ. അത് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും നമുക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമുക്ക് തുടങ്ങി വെക്കട്ടെ. അതിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും, നമുക്കും കിട്ടും കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള മാറ്റങ്ങളും കൂടി നമുക്ക് ഈ 2025 തുടങ്ങി വെക്കാം.
ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്, ഞാൻ ഈ വർഷം എൻ്റെ പ്രാർത്ഥനകളെ അധികരിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് സൃഷ്ടാവിനോട് നമുക്ക് അടുക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളെ ഞാൻ കൊണ്ടുപോകും എന്നുള്ളൊരു ഉറച്ച തീരുമാനം കൂടി നമുക്ക് എടുക്കുക. അത് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോണ്ട് നമുക്ക് സൃഷ്ടാവിനോട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാസത്തിൽ 2 ദിവസം വ്രതം എടുക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളെ അധികരിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്ക് ഈ 2025 എടുക്കാം. അത് നമുക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മളെ ലൈഫിൽ തരിക. പിന്നെ എൻ്റെ ലൈഫിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റാത്ത 2 ലക്ഷ്യങ്ങളുണ്ട്. അത് ഇൻഷാ അള്ളാ ഈ 2025 ഞാൻ ലക്ഷ്യം നേടുന്നത് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച തീരുമാനം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അറിയിക്കട്ടെ. ഇത്തരം വീഡിയോസ് ഞാൻ ഇനി ചെയ്യണോ എന്നുള്ളതും കൂടി നിങ്ങൾ അറിയിക്കുക. ലൈക്ക് എന്തായാലും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.